ഗുഡ് ആഫ്റ്റർനൂൺ. തണുപ്പ് പിടിച്ചിട്ടില്ല. വൺസ് അഗൈൻ ഗുഡ് ആഫ്റ്റർനൂൺ. വളരെ സന്തോഷമുണ്ട്. പലതുകൊണ്ടും പ്രാധാന്യം അറിയിക്കുന്ന ഒരു പ്രത്യേക സമയത്താണ് കമ്പനിയുടെ ഒരു പ്രൊമോഷൻ പ്രോഗ്രാം നടക്കുന്നത്. ഒന്ന് ന്യൂ ഇയർ ആണ്, അതും 2025 ആണ്, 2025. വർഷങ്ങൾക്ക് മുമ്പേ നമ്മൾ കാത്തിരുന്ന വർഷമാണ്. രണ്ടാമത്തെ പ്രത്യേകത വെച്ചാൽ കേരളത്തിൽ ആദ്യമായി കമ്പനിയുടെ നേതൃത്വത്തിൽ ഒരു സെലിബ്രേഷൻ പ്രോഗ്രാം നെക്സസ് എറണാകുളത്ത് നടക്കും. മൂന്നാമതായി നമ്മുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തായ്ലൻഡ് ട്രിപ്പ് വളരെ സുതാര്യമായ, ഞാൻ വന്നിട്ട് 10 വർഷമായി, ഇതുവരെ വന്നതിൽ ഏറ്റവും സുതാര്യമായ ഒരു ട്രിപ്പ് നമ്മുടെ മുന്നിൽ വന്നിരിക്കും. അപ്പം ആദ്യത്തെ ഒരുപക്ഷെ 2025 ആദ്യത്തെ 2025 ജനുവരി ഒതുങ്ങുന്ന ആദ്യത്തെ മന്ത്ലി ക്ലോസിംഗ് വരാനിരിക്കുന്നു ഫെബ്രുവരി 7. അതുകൊണ്ട് തുടക്കം ഗംഭീരവും ഒടുക്കം അതിഗംഭീരവുമാക്കുക എന്നത് നമ്മൾ ആപ്തവാക്യം ഉപയോഗപ്പെടുത്താൻ ഇറങ്ങി പ്രവർത്തിക്കാനുള്ള മുഹൂർത്തമായ സമയം ഇത് തന്നെയാണ്. അത്ര പ്രാധാന്യം നൽകുന്ന ഒരു സമയത്താണ് കമ്പനിയുടെ മാനേജ്മെന്റ്, പ്രത്യേകിച്ച് ബോബി സാറും അതുപോലെ തന്നെ ബോബി ചലപതി സാർ, അതുപോലെ തന്നെ അനിൽ സാർ, ദിജിത് സാറൊക്കെ ഇവിടെയുണ്ട്. എല്ലാവർക്കും ഹൃദയത്തിൻ്റെ അടുത്തുള്ള അഭിനന്ദനങ്ങൾ അർപ്പിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കട്ടെ. കമ്പനിയുടെ GTC, അതുപോലെ WTC, ITC, NTC എല്ലാ ലീഡേഴ്സും ഉണ്ട്. ഒപ്പം ഇവിടെ വന്നത് എല്ലാവരും അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഒപ്പം തായ്ലൻഡ് ട്രിപ്പ് വിന്നറായിട്ട് നമുക്ക് വന്ന് മോട്ടിവേറ്റ് ചെയ്തിട്ടുള്ള അവരെയും ഈ വേദിയിൽ അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കും. കുറച്ച് പ്രൊമോഷൻ പ്രോഗ്രാം നടന്നിട്ടുണ്ട്. പാലക്കാടും തൃശ്ശൂരും ഒക്കെ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. നാളെ കഴിഞ്ഞ് 16-ാം തീയതി കോഴിക്കോട് നടക്കുന്നു, 18-ാം തീയതി കണ്ണൂർ നടക്കുന്നു, 20-ാം തീയതി കാസർഗോഡ് നടക്കുന്നു, 22-ന് എറണാകുളത്തും 25-ന് ആലപ്പുഴയും ഈ സെഷൻ നടന്നു പോവുകയുള്ളൂ. ഈ പ്രോഗ്രാമിലുടനീളം പങ്കെടുക്കുന്നവരാണ് കമ്പനിയുടെ മാനേജ്മെന്റ്. വയനാട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ മുഖം ചുളിയാതെ ഗംഭീരായിരുന്നു എന്ന് പറഞ്ഞെങ്കിൽ ഉള്ളവർ പ്രതികരിക്കണം, ഉള്ള പുസ്തകം കഴിക്കും. കാരണം നമ്മളത് പോട്ടെ, നമ്മൾ കൈയടിച്ചില്ലേ നാളെ കൈയടിപ്പിക്കാനുള്ള ആളുകളെ നമുക്കറിയാം, പക്ഷെ ഇവർക്കറിയില്ലല്ലോ. അപ്പം നമ്മൾ ആരാണെന്ന് കാണിച്ചു കൊടുക്കേണ്ടത് ആവശ്യമാണ്. കാരണം അത് ഹൃദയം കൊണ്ട് ചെയ്യണം, അല്ലാതെ ചെയ്തിട്ട് കാര്യമില്ല. രക്തം പമ്പ് ചെയ്യാനുള്ള ഒരു അവയവം മാത്രമല്ല ഹൃദയം. ഒരു മനുഷ്യന്റെ ഏർപ്പാടും കർമ്മവും വിജയതൃഷ്ണയും അടങ്ങുന്ന തുടർ മിടുപ്പുകളാണ് ഹൃദയത്തിലുള്ളത്. ഹൃദയം കൊണ്ട് ചെയ്യും. അതുകൊണ്ട് എന്ത് ചെയ്യുമ്പോഴും ഹൃദയം ഏറ്റെടുത്ത് ചെയ്തില്ലേ കൈയടിക്കാൻ പോകില്ല, നാളെ മാറാൻ പോകില്ല. താലന്റ് കഴിഞ്ഞാലും ഉറക്കത്തിലായിരിക്കും, സ്റ്റാർട്ട് ബേസ്. അതുകൊണ്ട് ഹൃദ്യമായിരിക്കും, നമ്മൾ ഹൃദയം കൊണ്ട് ഏറ്റെടുക്കുക. ഹൃദയത്തിന് സ്വാധീന ശക്തിയുണ്ട്, ചിറകില്ലെങ്കിലും പറക്കാനുള്ള കഴിവുണ്ട്. ആ ഹൃദയത്തിൽ ഏറ്റെടുത്ത് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളോട് ഞാൻ സൂചിപ്പിക്കുന്നത്. റെഡി? ഒരു കൈയടി അടിച്ചേ.